നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയെ വീണ്ടും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഞായറാഴ്ച പുലർച്ചെ ഇന്ന് രാവിലെ മുതൽ അമേരിക്ക ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്ക് തങ്ങൾ അടച്ചിടുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ശക്തമായ തിരിച്ചടി. ഇതിന് പിന്നാലെ UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതോടുകൂടി മേഖലയാകെ യുദ്ധക്കളമായി മാറി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന് മകനും രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവുമായ അയത്തുള്ള മുസ്തഫ ഖമനേയി കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണവും ഉണ്ടാവുന്നത്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പുറത്തിറക്കിയ ഔദ്യോഗിക സന്ദേശത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പിതാവിന്റെ നിഷ്കളങ്കമായ രക്തത്തിന് പകരം ചോദിക്കുക എന്നത് ഇറാൻ ജനതയുടെ ദൃഢനിശ്ചയമാണെന്നും അത് തീർച്ചയായും നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരി അവസാനത്തോടുകൂടി ആരംഭിച്ച US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ ആദ്യ ദിനത്തിലാണ് അലി ഖമനേയി കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ പരമോന്നത നേതാവായി മുസ്തഫ ഖമനേയി ചുമതലയേറ്റത്. ശത്രുക്കൾക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും മുട്ടുമടക്കില്ലെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിനും നേതൃത്വത്തിനും നേരെ ഉണ്ടായ ഈ കടന്നാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകുമെന്നും തന്റെ സന്ദേശത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതികാരം എന്നത് കേവലം ഒരു വൈകാരിക പ്രതികരണമല്ലെന്നും അത് രാജ്യത്തിന്റെ കൂട്ടായ ഇച്ഛാശക്തിയും ജനങ്ങളുടെ ആവശ്യവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അലി ഖമനേയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മുമ്പ് മുസ്തഫ ഖമനേയി നന്ദി രേഖപ്പെടുത്തി. ശത്രുക്കളുടെ മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ചരിത്രപരമായ സാന്നിധ്യം രാജ്യത്തിന്റെ അചഞ്ചലമായ ഐക്യത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലും തെരുവുകളിൽ തടിച്ചുകൂടിയ ജനസാഗരം ഇറാന്റെ പ്രതിരോധത്തിന്റെ പ്രതീകമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ നൽകുന്ന ഈ വലിയ പിന്തുണയാണ് ഇറാന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും ഈ ഐക്യം ശത്രുക്കളുടെ ഏത് ഗൂഢാലോചനയും പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അനുമതിയില്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു എന്ന് ആരോപിച്ച് ഒരു ചരക്കു കപ്പലിന് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് വെടിയുതിർത്തതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തങ്ങളുടെ നിർദ്ദേശങ്ങൾ കപ്പൽ അവഗണിച്ചതിനാലാണ് വെടിവെച്ചത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതിന് പിന്നാലെ ഈ മേഖലയിലെ അമേരിക്കൻ ഇടപെടലുകൾ അവസാനിക്കുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടും എന്നാണ് ഒരു കപ്പലിനെയും കടത്തിവിടില്ല എന്നുമാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന വഴി അവർ അറിയിച്ചത്. ആരെങ്കിലും തിരിച്ചടിക്കാൻ വന്നാൽ കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകി. എന്നാൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് സൈപ്രസിന്റെ പതാകയുള്ള ഒരു സാധാരണ ചരക്ക് കപ്പലിനാണ് ഇറാൻ ആക്രമിച്ചതെന്ന് അമേരിക്ക വ്യക്തമാക്കി. ആക്രമണത്തിൽ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതാവുകയും കപ്പലിന്റെ എഞ്ചിൻ റൂമിന് തീപിടിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം അമേരിക്കൻ സൈന്യം ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. അമേരിക്കയുടെ ശക്തമായ തിരിച്ചടി അമേരിക്കൻ സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ഇറാനിലെ 140ഓളം താവളങ്ങളിലാണ് ഒരേ സമയം ബോംബുകൾ വർഷിച്ചത്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ, നാവികസേനയുടെ താവളങ്ങൾ, ആയുധ സംഭരണശാലകൾ, ആശയവിനിമയ ശൃംഖലകൾ എന്നിവയാണ് ഈ ആക്രമണത്തിൽ തകർന്നത്. ഇറാന്റെ പ്രധാന പെട്രോളിയം കേന്ദ്രങ്ങളായ ബുഷേർ, അസലൂയ എന്നിവിടങ്ങളിലും തീരദേശ നഗരങ്ങളായ ബദർ അബ്ബാസ്, സിരക് തുടങ്ങിയ പ്രദേശങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ എടുത്തത് വളരെ തെറ്റായ തീരുമാനമാണ്, അതിനുള്ള വലിയ വിലയാണ് അവർ ഇപ്പോൾ നൽകുന്നത് എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സെത്ത് വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിൽ മിസൈൽ ഭീതി, സൈറണുകൾ മുഴങ്ങി എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ പിന്നീട് മിസൈലുകൾ തൊടുത്തുവിട്ടത്. UAEക്ക് നേരെ വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനം വഴി ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറണുകൾ മുഴങ്ങിയതോടുകൂടി ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഖത്തറിലും വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതിന് പിന്നാലെ മിസൈൽ ജാഗ്രത നിർദ്ദേശവും പ്രഖ്യാപിച്ചു. തങ്ങളുടെ രാജ്യത്തേക്ക് വന്ന മിസൈലുകളെ വഴിതിരിച്ചു വിട്ടതായി കുവൈറ്റ് സൈന്യവും അറിയിച്ചു. തകർന്നടിഞ്ഞ സമാധാന കരാറ്. ഇറാന്റെ മുൻ പരമാധികാരി അയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ട വൻ ആക്രമണത്തോടു കൂടിയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് യുദ്ധം തുടങ്ങിയത്. തുടർന്ന് യുദ്ധം അവസാനിപ്പിക്കാനായി ജൂൺ 17-ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ ജൂലൈ 8-ന് ഈ കരാർ അവസാനിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു.
ലോകത്തെ എണ്ണവാതക കയറ്റുമതിയുടെ പ്രധാന പാതയായ ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ആർക്കാണെന്ന തർക്കമാണ് ഇപ്പോൾ വീണ്ടും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിതിരിയുന്നത്. കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാമെന്നും തങ്ങൾ പറയുന്നത് പോലെ മാത്രമേ കപ്പലുകൾ കടത്തിവിടൂ എന്നും ഇറാൻ വാശി പിടിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വൻ പ്രതിസന്ധിക്ക് കാരണം. ഈ പുതിയ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല.